ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം, അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ് ഈസ് ദ ഇൻ്റർനാഷണൽ ലിങ്കിങ് ലാംഗ്വേജ്. ലോകത്തിലെ 249 രാഷ്ട്രങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. എല്ലാ രാജ്യത്തും ഒന്നാം ഭാഷ എന്ന നിലക്കോ, രണ്ടാം ഭാഷ എന്ന നിലക്കോ, മൂന്നാം ഭാഷ എന്ന നിലക്കോ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഇംഗ്ലീഷ് ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അതുപോലും പലർക്കും അറിയില്ല. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ 10 ചേരുവകളാണ് ഇംഗ്ലീഷിലുള്ളത്. സ്പെല്ലിംഗ് എന്നല്ല എൻ്റെ ഉച്ചാരണം. സ്പെല്ലിംഗ്, വേർഡ്സ് ഓർ വൊക്കാബുലറി, പദങ്ങൾ, പദസമ്പത്ത്, സെൻറ്റൻസ്, വാചകം. 4 ഗ്രാമർ, വ്യാകരണം. ഗ്രാമർ എന്ന് 6 ഉച്ചരിക്കൂല കേട്ടോ. ഏത് വാക്കിലും അവസാനത്തെ 6 ഉച്ചരിക്കൂല. പിന്നെ പ്രൊനൗൺസിയേഷൻ, അത് പ്രൊനൗൺസിയേഷൻ എന്നാണ് പറയാം. വെർബ് പ്രൊനൗൺസ് എന്നാണ്, അപ്പോൾ പിന്നെ പ്രൊനൗൺസിയേഷൻ എന്നാണ് പറയുന്നത്. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ദ ലിസൺഡ് ഇംഗ്ലീഷ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാകുക. ദെൻ സ്പീക്കിംഗ്, ആരോടൊക്കെ സ്പീക്ക് ചെയ്യണം? കേരളക്കാരനോട് സ്പീക്ക് ചെയ്യാൻ കഴിയണം, ഇംഗ്ലീഷുകാരനോട് സംസാരിക്കാൻ കഴിയണം, അമേരിക്കക്കാരനോട് സംസാരിക്കാൻ കഴിയണം, അവരിങ്ങോട്ട് പറയുന്നത് മനസ്സിലാക്കണം. പിന്നെ റീഡിങ്, റൈറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേറ്റിംഗ്. 10 എണ്ണം. ഇത് ആദ്യത്തെ 5 എണ്ണത്തിന് നമുക്ക് എലിമെൻറ്റ്സ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയാം. സ്പെല്ലിംഗ്, വൊക്കാബുലറി, സെൻറ്റൻസ്, ഗ്രാമർ ആൻഡ് പ്രൊനൗൺസിയേഷൻ. ഇതിന് എലിമെൻറ്റ്സ് എന്ന് പറയാം. അടുത്തത് സ്കിൽസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയാം. സാധാരണ LSW എന്ന് പറയാറുണ്ട്. ഈ എല്ലിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ലിസൺ എന്ന് പറഞ്ഞാൽ ശ്രവിക്കുക എന്നർത്ഥം മനസ്സിലാക്കി കളയും മനുഷ്യൻ. ശ്രവിച്ചിട്ട് കാര്യമല്ല. ഇപ്പോൾ ഒരാൾ ചൈനീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ നന്നായി ശ്രവിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ തലയിലൊന്നും കയറുന്നില്ല. അതിൻ്റെ അർത്ഥം അതല്ല. LSRW മാറ്റണം എന്നാണ് ഞാൻ പറയുന്നത്. USRW എന്നാക്കി മാറ്റണം. ഞാനങ്ങനെ പറയാം. പിന്നീടുള്ളത് എന്താ നമ്മൾ പറഞ്ഞത്? അണ്ടർസ്റ്റാൻഡിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേറ്റിംഗ്. ഇത് 5ഉം ലാംഗ്വേജ് സ്കിൽസുമാണ്. അപ്പോൾ 5 എലിമെൻസും 5 ലാംഗ്വേജ് സ്കിൽസും കൂടിയാൽ അതിൻ്റെ പേരാണ് ഇൻഗ്രീഡിയൻസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇത് വാസ്തവത്തിൽ ബിരിയാണി വെക്കണ മാതിരിയാണ്. ബിരിയാണി വെക്കാൻ എന്താ വേണ്ടത്? ഇറച്ചി മാത്രം മതി. ബിരിയാണി വെക്കാൻ എന്താ വേണ്ടത്? അരി മാത്രം മതി. ബിരിയാണി വെക്കാൻ എന്താ വേണ്ടത്? നെയ്യ് മാത്രം മതി. ബിരിയാണി വെക്കാൻ എന്താ വേണ്ടത്? അതിന് സവാള ഉള്ളി മാത്രം മതി. നോ, ഒരുപാട് ചേരുവകളുണ്ട്. ഈ 10 ചേരുവയുണ്ട് എന്ന കൺസെപ്റ്റ് പോലും ബോധപൂർവം പഠിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. ഇതിൽ ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ എഴുതുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്കോട് കൂടി, പിന്നെ വായിക്കുന്നത് ഉച്ചാരണത്തെറ്റോടുകൂടി. അക്ഷരം പോലും തെറ്റിച്ചാണ് ഉച്ചരിക്കുന്നത്. നിങ്ങൾക്കറിയോ? എന്താ പറയുക? ABCDEFGHIJKLMNOPQRSTUVWXYZ. 10 അക്ഷരം തെറ്റാ. എ എന്നല്ല, എ എന്നാണ്. ആദ്യത്തെ അക്ഷരം തന്നെ വിഡിത്ത പഠിപ്പിക്കുന്നത്. BCDDDD എന്നല്ല, DDDD. EFGH, H എന്നല്ല, H. I J എന്നല്ല, J. K എന്നല്ല, K. ഓന്നും ശരിക്കും ഓന്ന് നീട്ടാനല്ല, അത് എന്നുള്ള കോലത്തിലാണ് മുകളിലേക്ക് വരിക. PQR എന്ന അക്ഷരമാലയിൽ ഉച്ചരിക്കൂല. ആറിന് ഉച്ചരിക്കുന്ന സ്ഥലമുണ്ട്, പക്ഷെ അക്ഷരമാലയിൽ വെറും ആ എന്നാണ് ഉച്ചരിക്കേണ്ടത്. പക്ഷെ നമ്മളെന്താ പഠിപ്പിച്ചത്? ST, T എന്നല്ല, T.
UVW, ചുരുക്കത്തിൽ ഈ 10 അക്ഷരങ്ങൾ പോലും തെറ്റിച്ചുകൊണ്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കണക്കിന് കേരളത്തിലെ ഇംഗ്ലീഷ് അധ്യാപകന്മാർ 90% ഉച്ചാരണം തെറ്റിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനതിന് പറയും, പരിശുദ്ധ ഖുർആൻ്റെ തജ്വീദ് പോലെ തജ്വീദുൽ ഇൻജിലീസിയ, ഫൊണറ്റിക്സ്. ഇനി ഇംഗ്ലീഷ് ഏത് ഭാഷയും രണ്ടാം ഭാഷ എന്തിനാ പഠിക്കുന്നത്? കരിക്കുലത്തിൽ വല്ല ഒബ്ജക്റ്റീവ് ഉണ്ടോ? വിദ്യാഭ്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ, പിന്നെ കരിക്കുലം, പിന്നെ സിലബസ്, അതിൻ്റെ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ. അധ്യാപകന്മാർ കരിക്കുലം ഒബ്ജക്റ്റീവ് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഞാൻ പഠിച്ചെടുത്തോളം കൃത്യമായൊരു വിവരം നമ്മൾ അധ്യാപകന്മാർക്ക് പോലും കരിക്കുലം ഒബ്ജക്റ്റീവ് കൊടുക്കുന്നില്ല. BA ലിറ്ററേച്ചർ, ഈ ലിറ്ററേച്ചറെ കൂടി പഠിച്ചുണ്ടാക്കിയിട്ട് എന്താ കാര്യം? വാട്ട് ഈസ് ദ യൂസ്? ശരിക്കും ആലോചിച്ച് നോക്കുമ്പോൾ ഫങ്ഷൻ ഇൻ ഇംഗ്ലീഷാണെങ്കിൽ പിന്നെയും തിരക്കിടില്ല. പിന്നെ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന സിലബസ് അല്ലേ. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും രാഷ്ട്രീയ ഗവൺമെൻറ് എന്നാണ്. ബോർഡ് ഓഫ് സ്റ്റഡീസ് മുതൽ എല്ലാം രാഷ്ട്രീയാധിഷ്ഠിതമാണ്. ടെക്സ്റ്റ് ബുക്ക് തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയാധിഷ്ഠിതമാണ്, ക്വാളിറ്റി അല്ല. അല്ല തന്നെ ക്വാളിറ്റിയുള്ള രാഷ്ട്രീയക്കാരും കുറവാണ്, ഉള്ളത് പറയാക്കാൻ കഴിയില്ല. യെസ്, എന്തിനും ആളെ തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും കഴിവ് നോക്കിയിട്ടല്ല, പാർട്ടി നോക്കിയിട്ടാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഈ പാർട്ടി നോക്കുന്ന പരിപാടി ആദ്യം നിൽക്കണം. കഴിവുള്ളവനെ നിയമിക്കാൻ കഴിയണം. അവൻ ഏത് പാർട്ടിക്കാരനോ ആവട്ടെ, പാർട്ടി ഇല്ലാത്തവനോ ആവട്ടെ. അപ്പോൾ വിദ്യാഭ്യാസമായിട്ട് ബന്ധം തീർച്ചയായിട്ടും ബന്ധമുണ്ട്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നോക്കും നിങ്ങൾ. ഇത്ര നെറികെട്ട പൊളിറ്റിക്സുള്ള ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിൽ വേറുണ്ടോ? പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത് എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് എന്ത് വേണം? ഈ 10 ചേരുവ. ഇനി ഈ ഓരോ ചേരുവയും പഠിക്കേണ്ട ഫിലോസഫിയുണ്ട്, മെത്തഡോളജി ഉണ്ട്, മെറ്റീരിയൽസും ഉണ്ട്. ഇംഗ്ലീഷ് സംസാരം എടുത്തോളൂ. സംസാരം ക്ലാസ് റൂമിൽ നിന്ന് കുറച്ച് സമയം കൊണ്ട് കിട്ടേണ്ട ഒരു സാധനമല്ല. സംസാരം പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഓറൽ മെത്തേഡ് എന്നാ പറയുക. AURAL. ഇനി തെറ്റിച്ച് പറയുകയാണെങ്കിൽ AURAL. കേൾക്കുക. മാതൃഭാഷ സംസാരം പഠിച്ചത് എങ്ങനെയാണ്? നമ്മൾ കേട്ടുകൊണ്ട് മാത്രം നോൺ കോൺഷ്യസ് ആയി പഠിച്ചതാ. നോൺ കോൺഷ്യസ് ലേണിങ്ങിന് പലർക്കും അറിഞ്ഞൂടാ. ആകെ കോൺഷ്യസ് ലേണിങ്ങേ അറിയുള്ളൂ. നോൺ കോൺഷ്യസ് ലേണിംഗ് എന്നൊരു സിദ്ധാന്തമുണ്ട്. അത് പഠിക്കണം, അതറിയണം, അത് തത്വശാസ്ത്രം അറിയണം. ദ സൈക്കോളജി ഓഫ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ, രണ്ടാം ഭാഷ, ആ വ്യത്യാസം നമ്മൾ അറിയണം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ലാംഗ്വേജ് ആൻഡ് സെക്കൻഡ് ലാംഗ്വേജ്? ആളുകൾക്ക് അത് രണ്ടും ഒരുപോലെ. ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മാതാവ് പഠിപ്പിച്ചത്, അല്ലെ മാതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് പഠിപ്പിച്ചത്, ചെറുപ്പത്തിൽ കുട്ടി അയക്കുമ്പോൾ തന്നെ കേട്ട് 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 നോൺ കോൺഷ്യസ് ആയി പഠിച്ചു പോകുന്നത് എന്നാണ്. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഉണർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കേൾക്കാൻ അവസരമില്ലാത്ത ഭാഷ എന്നാണ്. നമുക്കിപ്പോൾ കേരളത്തിൽ ഇംഗ്ലീഷ് കേൾക്കാൻ അധികം അവസരമല്ല. അപ്പോൾ അത് രണ്ടാം ഭാഷയാണ്. കേൾക്കാൻ അവസരമില്ലെങ്കിൽ പിന്നെന്തേ മാർഗമുള്ളൂ? പിന്നെ ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കേണ്ടി വരും. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. കൊടുവള്ളി ഹൈസ്കൂളിൽ നിന്ന് 1971 ആണ് പാസ്സായത്. പക്ഷെ അന്ന് തന്നെ ഇംഗ്ലീഷിനോട് എനിക്ക് ചെറിയ ഒരു അഭിരുചി ഉണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ ഗുരു കൊടുവള്ളി പത്മശ്രീ കിട്ടിയ KK മുഹമ്മദ് സാറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പോയത്. അദ്ദേഹം 2 കാര്യം എന്നെ ഉപദേശിച്ചത്. മിസ്റ്റർ വഫ, ഇംഗ്ലീഷിൽ നിങ്ങൾ നല്ല പ്രാവീണ്യം നടണം, പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഞാനിപ്പോഴും എൻ്റെ ഈ 69ാമത്തെ വയസ്സിലും ഇംഗ്ലീഷിൽ അത്യാവശ്യം താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നത്? ഭാഷ സംസാരം പഠിക്കാനുള്ള മെത്തേഡ് ഇപ്പം നിങ്ങൾക്കാണ് എത്രയോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഞാൻ കണ്ടു. 4 ദിവസം കൊണ്ട് മലയാളം പോലെ സംസാരിക്കാം, പറ്റിക്കൽ. ഒരാഴ്ച കൊണ്ട് വിദഗ്ധനാക്കാം, വഞ്ചിക്കൽ. 2 ആഴ്ച കൊണ്ട് ഇംഗ്ലീഷുകാരെ പോലെ സംസാരിക്കാം. ഇതൊക്കെ വന്ന പരസ്യങ്ങളോട് പറയുന്നത്.
നടക്കൂല. രണ്ടാം ഭാഷ പ്രത്യേകിച്ച് കേൾക്കാൻ അവസരമില്ല എങ്കിൽ ഒരു ലോങ് ടേം ആയിട്ട് പഠിക്കേണ്ടതാണ് ഇംഗ്ലീഷ് ഭാഷ സംസാരം. യെസ്, കേൾക്കാൻ അവസരം. ചില ആളുകൾ പറയുന്നത് എന്താണ്, അത് സംസാരിക്കുന്ന നാട്ടിലേക്ക് പോവുക. എനിക്ക് കിട്ടിയൊരു ഭാഗ്യം, ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചു, കൊടുവള്ളി ഹൈസ്കൂൾ. അതിന് ശേഷം അലിഗഡ് യൂണിവേഴ്സിറ്റി പോയി. സ്വാഭാവികമായിട്ടും ഹിന്ദിയും ഉറുദും കേൾക്കാൻ അവസരമുണ്ടായി, ഇംഗ്ലീഷ് കേൾക്കാൻ അവസരമുണ്ടായി. സ്വാഭാവികമായിട്ടും ഓറൽ മെത്തേഡ് പ്രകാരം കുറച്ചൊക്കെ ഭാഷ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഭാഷ ഒന്ന് കരിക്കുലത്തിൽ ഒബ്ജക്റ്റീവ് തന്നെ ഇല്ല, സംസാരിപ്പിക്കൽ ലക്ഷ്യമില്ല. പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇത് മാത്രമൊന്നുമല്ല. ഞാൻ അറബി പഠനം നോക്കും. നിങ്ങൾ ശരിയത്ത് കോളേജിലും അറബിക് കോളേജിലും ദേവാ കോളേജിലും കൊല്ലങ്ങളോളം പഠിച്ചിട്ട് അറബി സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. എന്തേ കാരണം? കരിക്കുലത്തിൽ ഒബ്ജക്റ്റീവ് എന്നല്ല. ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ മെത്തഡോളജിയും മെറ്റീരിയൽസും മാറ്റേണ്ടി വരും. എന്നിട്ട് പുറമെ എഴുതി വെക്കും കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്. ഒരു 150 പേജുള്ള ഒരു ബുക്ക് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ കഴിയുമോ ഭാഷ? നെവർ എവർ. നടക്കില്ല. മോഡൽ സക്സസ്ഫുൾ പീപ്പിൾ വലിയൊരു മെത്തേഡാ. നമ്മൾ ഒരു രംഗത്ത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ നിങ്ങൾക്ക്? അത് നേടിയ ആളുകൾ എന്താണോ ചെയ്തത് അത് നമ്മളും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ MP E.T. മുഹമ്മദ് ബഷീർ സാഹിബ്, അയാൾ പാർലമെൻറ്റിൽ സുന്ദരമായി പ്രസംഗിക്കുന്നത് കാണാം നിങ്ങൾക്ക്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഏറ്റവും നല്ല ബുക്ക് ചെയ്തിരിക്കുന്നത് ഓബുട്ടി സാറാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് കമ്പേനിയൻ DC ബുക്സാ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട 10-15 ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഹൈസ്കൂൾ പൂർത്തിയാക്കിയിട്ടില്ല എന്ന് മാതൃഭൂമിയിൽ അദ്ദേഹം തന്നെ എഴുതുകയുണ്ടായി. ഇനി ഞാൻ വേറൊരു തമാശ പറഞ്ഞു തരണം നിങ്ങൾക്ക്. നമ്മളെ കേരളത്തിൽ നിന്ന് ഒരു 20 MP-മാരുണ്ടല്ലോ പാർലമെൻറ്റിൽ. ഈ 20 ആളുകൾ എത്ര ആൾ പാർലമെൻറ്റിൽ ശോഭിക്കുന്നു നോക്കൂ നിങ്ങൾ. എത്ര പേർ? ശശി തരൂർ നമ്പർ 1, E.T. മുഹമ്മദ് ബഷീർ സാഹിബ്, സമദാനി, പാർട്ടിയൊക്കെ ഉള്ളത് മറന്നാളി. ഞാൻ ഭാഷാ കൺസേനേക്കുള്ളൂ. പിന്നെ തെക്ക് ഭാഗത്തുള്ളൊരു MP ഉണ്ട്. നിങ്ങളൊന്ന് പഠിച്ചു നോക്കി. ശരിക്കും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇംഗ്ലീഷും പോരാ, ശരിക്കും ഹിന്ദി വേണം. ഭൂരിഭാഗം ആളുകൾക്ക് ഇംഗ്ലീഷ് തന്നെ അറിയില്ല. ഉത്തരേന്ത്യയിലെ ഇംഗ്ലീഷിൻ്റെ സ്ഥിതി അതിദയനീയമാണ്. സോഷ്യോളജി എന്നാ പറയാ, ഐറൺ എന്നാ പറയാ. എനിക്കറിയാം, ഞാൻ MSW രാജസ്ഥാനിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ മലയാളിയായ ഡോക്ടർ KK ജേക്കബ് സാർ ഉണ്ടായിരുന്നു. അയാൾ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ പഠിപ്പിക്കും. പുള്ളിക്കാർക്ക് അദ്ദേഹത്തിന് അത്ര ഹിന്ദിയൊന്നും അറിയില്ല. അപ്പോൾ അയാൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ ക്ലാസ് എടുക്കും. MSW ഞാൻ MASW ആണ്. അപ്പോൾ ബാക്കിൽ നിന്ന് ഹിന്ദിക്കാർ വിളിച്ചറിയും, ഹിന്ദിമേ ബോലോ സഹാബ്. ബിരുദം കഴിഞ്ഞ് വന്നിട്ട് ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തിട്ട് തിരിയുന്നില്ല. ഉത്തരേന്ത്യയിലെ ഇംഗ്ലീഷിൻ്റെ കഥ ഒരു കഥയാണ്. പക്ഷേ ഇവിടെ എന്താകും? മദർ ടങ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും സംസാരത്തിൽ. അതുകൊണ്ട് ഭാഷ, രണ്ടാം ഭാഷ ഇംഗ്ലീഷ് ആവട്ടെ, അറബി ആവട്ടെ, ഉറുദു ആവട്ടെ. ഇപ്പം നിങ്ങൾ നോക്കുക, കുറച്ച് കാലം കഴിയുമ്പോഴത്തേന് കേരളത്തിലെ പല ആളുകളും അത്യാവശ്യം ഹിന്ദി സംസാരിക്കാൻ തുടങ്ങും. എന്താ കാരണം? ഓറൽ മെത്തേഡ്, AURAL. അപ്പോൾ ഇപ്പം എൻ്റെ ഭാര്യയ്ക്കും ഒരു 10-20 വാക്കൊക്കെ ഹിന്ദി അറിയാം. കാരണം ഹിന്ദിക്കാർ വീട്ടിൽ പണിക്ക് വരും. അങ്ങനെ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് കിട്ടുന്ന വാക്കുകളാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇംഗ്ലീഷ് ഭാഷ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ്. അത് ജോലി കിട്ടാൻ സഹായിക്കും. ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് സയൻസ്, ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ലൈബ്രറി, ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഇൻ്റർനാഷണൽ ഡിപ്ലോമസി, ഈവൻ ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ലവ്, ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് മാരേജ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. പക്ഷേ അതെങ്ങനെയാണ് പഠിക്കേണ്ടത്, പ്രത്യേകിച്ച് സംസാരം എങ്ങനെയാണ് പഠിക്കേണ്ടത് പഠിപ്പിക്കുക. അവിടെ വേറെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയും നടന്നിട്ടുണ്ട് എൻ്റെ സംശയം. കാരണം ഇംഗ്ലീഷുകാരാണല്ലോ ഇവിടെ ഇംഗ്ലീഷ് സമ്പ്രദായം ഉണ്ടാക്കിയത്. അപ്പോൾ അവർക്ക് ക്ലർക്കുമാരാണ് ഉണ്ടാക്കേണ്ടത്, ബാബുമാർ എന്ന് പറയും. അപ്പോൾ നമ്മൾ സംസാരം പഠിപ്പിക്കാൻ പാടില്ല. നമ്മൾ സംസാരം പഠിച്ചാൽ നമ്മൾ ഇവരോട് സംസാരിച്ച് നമ്മൾ ആവശ്യം ഉന്നയിക്കും, ന്യായം പറയും. അപ്പോൾ നമുക്ക് സംസാരം പഠിപ്പിക്കാനുള്ള ഒരു പ്ലാനും ആരടുത്തുണ്ടായില്ല. ബ്രിട്ടീഷുകാരന് ബോധപൂർവം ചെയ്തോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അത്രയ്ക്ക് പറയാൻ കഴിയുള്ളൂ. ആയതുകൊണ്ട്
ഇംഗ്ലീഷ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസത്തിനെ പറ്റി മനസ്സിലാക്കി അതിൻ്റെ മെത്തേഡ് വേണം. ഇത് സംബന്ധമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ 9847009508 അല്ലെങ്കിൽ 755-988-0200 അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ സൈറ്റൊന്ന് നോക്കി വെച്ചാൽ മതി. www.ismailwafa.com അതടിച്ചു നോക്കുക. അതിൽ നിന്ന് കുറേ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഞാൻ ഇത് സംബന്ധമായി ചെയ്യാറുള്ളത് എന്താ വെച്ചാൽ ഓൺലൈനിലെ ക്ലാസ്സിൻ്റെ പുറമെ റെസിഡൻഷ്യൽ ക്ലാസ് കൊടുക്കും. പക്ഷേ ഈ അപ്പം നിങ്ങളെന്താ ചെയ്യുന്നത്? ഞാനിതെങ്ങനെ പഠിക്കണമെന്ന് പഠിപ്പിച്ചു വിടും. അല്ലാതെ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഇത് മുഴുവൻ പഠിപ്പിച്ചു വിടാൻ കഴിയൂല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1-ാം ക്ലാസ്സിൽ തുടങ്ങി 10-ാം ക്ലാസ് കഴിയുമ്പോൾ 10 കൊല്ലം ഇംഗ്ലീഷ് പഠിച്ചില്ലേ, എന്നിട്ട് സംസാരിക്കാൻ കഴിയില്ലല്ലോ. എന്ത് സംസാരിക്കാൻ കഴിയാത്തത്? അതിന് ലക്ഷ്യമല്ല, കേൾക്കാൻ അവസരമല്ല. അതുകൊണ്ടാണ് നമ്മുടെ റെസിഡൻഷ്യൽ ക്യാമ്പിൽ നമ്മളെന്താ ചെയ്യുന്നത് അറിയോ? എങ്ങനെ പഠിക്കണം എന്ന് പഠിപ്പിച്ചു വിടും. അതിനുള്ള റൈറ്റ് ഫിലോസഫി, റൈറ്റ് മെത്തഡോളജി ആൻഡ് വി അപ്ലൈ റൈറ്റ് സൈക്കോളജി. അതിൻ്റെ പുറമെ 365 ദിവസത്തെ 1 ഇയർ കോഴ്സാണ്. 365 ടെക്നീക്ക് ഉണ്ട്. അതങ്ങോട്ട് കൊടുക്കും. അത് അപ്ലൈ ചെയ്താൽ സംസാരിച്ചിരിക്കും എന്നുള്ള കാര്യം 100% ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉറുദു പഠിപ്പിക്കുകയാണെങ്കിലും ഹിന്ദി പഠിപ്പിക്കുകയാണെങ്കിലും ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണെങ്കിലും 2ാമത്തെ ഭാഷ എന്തിനു വേണ്ടി പഠിപ്പിക്കുന്നു, അതെങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, അവിടെയുള്ള ഒരു ഏറ്റവും വലിയൊരു പോരായ്മ ലിംഗ്വിസ്റ്റിക് സൈക്കോളജി എന്ന് പറയുന്ന ഒരു സൈക്കോളജി ഉണ്ട്. ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭാഷാശാസ്ത്രം എന്നാണ്. ഭാഷാശാസ്ത്രം പഠിക്കാതെ ഭാഷ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ലിംഗ്വിസ്റ്റിക്സിൽ PG യും PhD യും ഉണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്തൊരു വിജ്ഞാന ശാഖയാണ് അതെങ്കിൽ പിന്നെ അതെന്തിനു പഠിപ്പിക്കണം? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പോരായ്മ ഭാഷാശാസ്ത്രം പഠിക്കാതെ ഭാഷ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഏതായാലും എന്നെ ശ്രദ്ധിച്ച് കേട്ടതിന് വളരെയധികം നന്ദിയുണ്ട്. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. നിങ്ങൾ സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ, ഡയറക്ടർ, സൈക്കോ കൗൺസിലിംഗ് സെൻറ്റർ, കാലിക്കറ്റ്. താങ്ക് യു.